വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം 67-ാം ദിവസം പിന്നിടുകയാണ്. ഓണറേറിയം 21,000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നടക്കമുള്ള 7 ആവശ്യങ്ങളിൽ സർക്കാർ ഇനിയും തീരുമാനമെടുത്തിട്ടില്ല. പലതവണ മന്ത്രിതല ചർച്ചകൾ നടന്നെങ്കിലും സമവായത്തിലെത്താത്ത സാഹചര്യത്തിലാണ് അവധി ദിവസമായ പെസഹ ദിനത്തിലും ആശാവർക്കർമാർ സമരം ശക്തമായി തുടരുന്നത്. ഞങ്ങളൊരു ജനാധിപത്യ ഭരണ സംവിധാനത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. സമരം ചെയ്യുന്നത് ഡിമാൻഡ് ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ജനാധിപത്യ സംവിധാനത്തിനുള്ളിൽ അത് തിരിച്ചറിയിക്കുന്ന തരത്തിലുള്ള നീക്കുപോക്കുകൾ ചെയ്യാൻ സർക്കാർ തയ്യാറാകണം. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. അവരെ രാഷ്ട്രീയമായ തീരുമാനം മാറ്റിവെച്ചിട്ട് ഒരു പൊതു സമൂഹത്തിൻ്റെ ഇതിനോട് നിർവഹിക്കേണ്ടുന്ന ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ ഒരു പൊതുവിഷയം എന്നുള്ള നിലയിൽ ഇതിനെ കാണണം എന്നുള്ളതാണ്. സമരത്തിന്റെ അടുത്ത ഘട്ടമായി ഓണറേറിയം വർദ്ധിപ്പിക്കാൻ തയ്യാറായ തദ്ദേശ സ്ഥാപന ഭരണാധികാരികൾക്ക് ഏപ്രിൽ 21-ന് ആദരമർപ്പിക്കാൻ ആശാസമര സമിതി തീരുമാനിച്ചിട്ടുണ്ട്. സർക്കാരിൽ നിന്ന് രേഖാമൂലം കൃത്യമായ ഉറപ്പ് ലഭിക്കുന്നതുവരെയും സമരം തുടരുമെന്ന നിലപാടിലാണ് ആശാസമര സമിതി. നിരാഹാര സമരം 29-ാം ദിവസം പിന്നിടുമ്പോൾ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന സന്ദേശമാണ് ആശമാർ നൽകുന്നത്. അതേസമയം സമരക്കാരുമായി ഉടനടി ചർച്ചയ്ക്കുള്ള സാഹചര്യം ഉദിക്കുന്നില്ലെന്ന മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയിലും ആശമാർക്ക് കടുത്ത അമർഷമുണ്ട്. സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് ആശമാർ പറയുന്നത്. സീ മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.